ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിക്കി ബീഫ് ആദ്യമായിട്ട് അംഗൻവാടി പോണേണ് ഗൈസ്. അപ്പോൾ അതിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എന്റെ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടാം. എന്നാലും ഞാൻ പറഞ്ഞ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുള്ളൂ. സോ വീഡിയോ കണ്ടിട്ട് വരാം. സോ ഗൈസ്, അപ്പോൾ കാലത്ത് തന്നെ നിക്കിബിനെ എണീപ്പിക്കാൻ പോകാണ്ട ഗൈസ്. അപ്പം നിക്കിബി ആണെങ്കിൽ ഭയങ്കര ഉറക്കത്തിലാണ്. സാധാരണ ഞാൻ അവനങ്ങനെ നേരത്തെ ഒന്നും അങ്ങനെ എണീപ്പിക്കാറില്ല. അവൻ്റെ ഇഷ്ടത്തിന് എണീറ്റ് പോരാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു 8:30-9 മണി ആ സമയമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം അവൻ അല്ലെങ്കിൽ എണീക്കുമ്പോൾ ഒരു 10 മണി 9:30 ആ സമയമൊക്കെ ആവും നല്ലോണം കിടന്ന് ഉറങ്ങും. അപ്പം അവൻ ആ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാൻ ഒരു ഭയങ്കര സങ്കടം കേട്ടോ ഗൈസ്. അപ്പം ഞാനങ്ങനെ ഒടുവിൽ അവനെ ഞാൻ എണീപ്പിച്ച് അവനപ്പോൾ എണീറ്റിട്ട് ഇത് ബ്രഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി അവൻ ഇരിക്കുവാണ്. അപ്പോൾ കുറച്ച് നേരം അവനിങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ സോഫയിൽ ഇരിക്കുവാണ്. ആൾ ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം അവനായിട്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നമുക്ക് അംഗൻവാടി പോകണം അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവൻ ആ ബാഗൊക്കെ കണ്ടപ്പോൾ അവൻ്റെ സ്പൈഡർമാൻ ബാഗൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണം അതൊക്കെ കണ്ടപ്പോൾ അവൻ കുറച്ച് എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഇരുന്ന് പിന്നെ ആ ഒരു വിഷമമൊക്കെ മാറി ചിരിയിലേക്ക് അവസാനിച്ച്. അത് കഴിഞ്ഞ് ഞാൻ അവനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ട് ഞാൻ അവനെ റെഡി ആക്കിയിട്ട് ഗൈസ്. അപ്പോൾ അവൻ്റെ യെല്ലോ കളർ ടീഷർട്ടും യെല്ലോ ക്രോക്സും പിന്നെ അവൻ്റെ ട്രൗസർ ഇട്ടിട്ടാണ് പോണത്. അപ്പോൾ അവൻ്റെ സ്പൈഡർമാൻ്റെ അവൻ വിട്ടിട്ടില്ല. അവൻ ബാഗൊക്കെ ഇട്ട് കുടയൊക്കെ പിടിച്ച്, കാരണം ആദ്യമായിട്ട് പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കില്ലേ നമ്മുടെ സ്കൂളിലേക്ക് ഫസ്റ്റത്തെ ദിവസം പോകുമ്പോൾ. അത് നമ്മളായിരുന്നെങ്കിൽ പോലും നമുക്ക് ആ ഒരു നമ്മുടെ പുതിയ ബാഗും പുതിയ കുടയും യൂണിഫോമൊക്കെ ഇട്ട് പോകുമ്പോൾ കിട്ടണ ആ ഒരു വൈബ് വേറെയാണല്ലോ. അങ്ങനെ ഞാൻ അവനെ റെഡിയാക്കി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അംഗൻവാടി ആയിട്ട്. അപ്പോൾ നമുക്ക് അധികം ദൂരമൊന്നുമില്ല, നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഞാൻ ഇവനെ പിടിച്ചുകൊണ്ട് ഞാൻ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അഖിലുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ നിക്കി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അംഗൻവാടി ഇവരുടെ അംഗൻവാടി മുകളിലേക്ക് പോകണേ. അപ്പോൾ നമുക്ക് പൊക്കത്ത് സ്റ്റെപ്പ് കയറണം. അപ്പോൾ അതേ നമ്മൾ താഴെ എത്തിയപ്പോൾ ആൾക്കിത്തിരി ചെറിയ തോതിലൊക്കെ കുറച്ച് മടിയൊക്കെ വന്നിട്ടാ. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാനും ഉണ്ടാവും ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ ആൾ കയറി പോകുന്നുണ്ട് കേട്ടോ. അവിടെ ആണെങ്കിൽ അപ്പോൾ ഓൾറെഡി കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് സമയപ്പോഴേക്കും എത്തിയിട്ടോ അവിടെ. അങ്ങനെ മഴയും പെയ്ത് കിടക്കണമായിരുന്നു. അത് കാരണം ഞാൻ അവൻ്റെ പുറകെ തന്നെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഞാനിങ്ങനെ നിൽക്കണമായിരുന്നു. അപ്പം മടി ആൾക്ക് കാലത്ത് എണീറ്റപ്പോൾ ഉണ്ടായെങ്കിലും അവിടെ എത്തിയപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അവിടെ എത്തിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മാറണുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ തിരിച്ച്, കാരണം അവനെ സെപ്പറേറ്റ് ആയിട്ട് അപ്പുറത്ത് പിള്ളേരുടെ മാത്രമായിട്ടൊക്കെ ഇരുത്താനൊക്കെ ശ്രമിച്ചിട്ട് അവൻ നിൽക്കണുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു 4-5 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ബാക്കി എല്ലാവരും വന്നിട്ടാണ് കേസ്. അപ്പോൾ അവിടെ ഓൾറെഡി അവിടെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അങ്ങനത്തെ എല്ലാ പാരൻസും കുട്ടികളും എല്ലാവരും അവിടെ ബെഞ്ചിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് വിട്ടു പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിള്ളേർക്കായിട്ടുള്ള ബെഞ്ചുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് എൻ്റെ അടുത്തുനിന്ന് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ മടിയിൽ തന്നെ ഇരിക്കണമായിരുന്നു. അംഗൻവാടിയിലാണെന്നൊക്കെ ആളിത് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. എങ്കിലും ആളവിടെ പോയി ഇരിക്കാൻ പറഞ്ഞിട്ട് പോകണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ചെറിയ തോതിലുള്ള ഇനോഗ്രേഷനും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ പുതിയ പിള്ളേരെയൊക്കെ ഇതേപോലെയൊക്കെ വെച്ചിട്ട് ഇനോഗ്രേറ്റ് ചെയ്ത് അകത്തേക്ക് കയറ്റണം ആ ഒരു സെറമണിയൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ എല്ലാവരും പുറത്തിരിക്കണമായിരുന്നു. അപ്പോൾ പുറത്ത് അധികം സ്പേസ് ഇല്ലാത്ത കാരണം എല്ലാവരും ഇത്തിരി തിങ്ങിപ്പോയിട്ടെങ്കിലും പിള്ളേരെല്ലാവരും ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ ഇത്തവണ. അപ്പോൾ അവർക്കൊക്കെ ഇതേപോലത്തെ അവർ തന്നെ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ചെയ്ത പോലെ കണ്ടില്ലേ, ഇങ്ങനത്തേക്ക് ഒരു ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, കിരീടം വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അവർ എങ്ങനെയാണ് വെൽക്കം ചെയ്തത്, ഇതിനകത്ത് ക്യാൻഡിലൊക്കെ കത്തിച്ച് അവരുടെ കയ്യിലൊക്കെ കൊടുത്ത് വിട്ടിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ ചെയ്യാൻ സമയത്തുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ പുതിയതാരെങ്കിലും ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടാം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എനിവേ അടുത്ത വീഡിയോ വരും വരെ ലവ് യു ആൻഡ് ബൈ.